ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ സ്പെഷ്യലായിട്ടും ഇന്ന് നല്ല സിമ്പിളായിട്ടും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി വെജ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് വെജിറ്റേറിയൻ സ്റ്റൈലും വേണമെങ്കിൽ ചെയ്യാം, നോൺ വെജ് സ്റ്റൈലും വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് എന്ന് പറയുന്നത് സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലുള്ള ഒരു സാൻഡ്വിച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത് ചട്നിയാണ്. അപ്പോൾ ഞാനൊരു 4-5 പിരിയൻ മുളക്, നമ്മുടെ കാശ്മീരി മുളക് ഇളം ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം മാത്രം ഒന്ന് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അതിലോട്ട് 2 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ചട്നിക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ഒരു 2 നുള്ളു മാത്രം ചെറിയ ജീരകം അഥവാ കറി ജീരകത്തിൻ്റെ പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ചട്നിയിൽ ചാട്ട് മസാല പൗഡർ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ചട്നിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ബ്രെഡ്, ജസ്റ്റ് ഒരു സ്ലൈസ് ബ്രെഡ് മാത്രം പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ജസ്റ്റ് വറ്റൽമുളക് കുതിർത്താൻ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം, അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിലാണ് നമ്മൾ കുതിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ വളരെ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്തിട്ട് ഇത് നല്ല തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടി. ഒരിക്കലും ലൂസായിട്ടുള്ള ചട്നി റെഡിയാക്കി എടുക്കരുത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഇത്തിരി മാത്രം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ വേണ്ടാന്നുള്ളവർക്ക് വേണമെങ്കിൽ എണ്ണയിൽ ചെയ്തെടുക്കാം കേട്ടോ. ബ്രെഡ് നമ്മൾ ജസ്റ്റ് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണയിൽ വേണമെങ്കിൽ എണ്ണയിൽ ചെയ്തെടുക്കാം. പക്ഷേ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിലാണ്. അപ്പോൾ ആ ബട്ടർ ഫ്ലേവറാണ് ഇതിന് വേണ്ടത്. 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് അതേ പാനിനകത്തോട്ടേക്ക് തന്നെ ഞാൻ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്ത് ബട്ടർ ചേർക്കുന്നുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചതൊക്കെ. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നിയിൽ ഓരോന്നായിട്ട്, പനീറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓരോ പനീറും നമ്മൾ ആ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്നിയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബട്ടറിൽ വെച്ചിട്ട് ഈ ബട്ടറിനകത്ത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കും. അപ്പോൾ പനീർ ഇഷ്ടമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ പനീർ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. നോൺ വെജിറ്റേറിയൻസിന് പനീർ കഴിക്കാത്തവരുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഓപ്ഷനാണ് ഇനി പറയുന്നത്. നമ്മൾ മുട്ട പുഴുങ്ങിയെടുക്കുക. മുട്ട പുഴുങ്ങിയെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് അതിനെ മുറിച്ചെടുക്കുക. മുട്ടയുടെ മഞ്ഞോടുകൂടി തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ചട്നിക്കകത്ത് മുക്കിയിട്ട് ഇതേ രീതിയിൽ തന്നെ ബട്ടറിനകത്ത് വെച്ചിട്ട് ആ ഒരു സൈഡ് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. നമ്മൾ സാധാരണ മുന്നേ ഒരു റെസിപ്പിക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് പോലെ നമ്മൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് അത് മസാലയിൽ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്, അതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ. മുട്ടക്കകത്ത് ഈ ചട്നിയിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് നല്ല അടിപൊളിയാണ്. അതല്ലെങ്കിൽ പനീർ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ചട്നി, ബാക്കിയുള്ള ചട്നി ഈ ഒരു ബ്രെഡ് സ്ലൈസിൽ മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സാധാരണ സ്ട്രീറ്റ് ഫുഡ് സ്റ്റൈലിൽ 2 രീതിയിലുള്ള ചട്നി, അതായത് പുതിനയിലയും നമ്മുടെ മല്ലിയിലൊക്കെ വെച്ചിട്ടുള്ളൊരു കോമ്പിനേഷൻ കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് എളുപ്പപ്പണിക്ക് ഈ ഒരു ചട്നി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഒരു പനീർ ഇതുപോലെ ഓരോ പീസസ് ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ മുട്ടയാണ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ചെയ്യുക കേട്ടോ. ഒന്നുകിൽ മുട്ട, അതല്ലെങ്കിൽ പനീർ. ചിക്കൻ വെച്ചിട്ട് ഈ ഒരു ചട്നി ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ഒട്ടും തന്നെ ടേസ്റ്റി അല്ല. അപ്പോൾ മുട്ട വെച്ചിട്ടാണെങ്കിൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കോമ്പിനേഷൻ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഓരോ പീസസ് ആയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഒരു 3 ഇങ്ങനെ വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് ഒരു പീസ് ബ്രെഡ് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് നല്ലൊരു ഹെവി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ വൈകുന്നേരം കഴിക്കുന്നതാണെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്നാക്ക് പോലുള്ള ഒന്നാണിത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് മുഴുവനായിട്ട് ചീസാണ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസോ ചെദാർ ചീസോ അതല്ലെങ്കിൽ സാൻഡ്വിച്ച് സ്ലൈസ് ചീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചെദാർ ചീസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള ചീസ് ഏതാണ് അത് ഉപയോഗിക്കാം. ശരിക്കും സ്ട്രീറ്റ് ഫുഡിനകത്ത് ഈ ഒരു ചീസ് എന്ന് പറയുന്നത് ഭയങ്കര ഹെവി ആയിട്ടാണ് അവർ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ അത്രയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മുങ്ങി കവർ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് വറ്റൽമുളക്, നമ്മുടെ ചില്ലി ഫ്ലേക്സ് കയ്യിലുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തു. വറ്റൽമുളക് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും ഒരു കുഴപ്പമില്ല. ഇത്രയും ചേർത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചട്നിക്കകത്ത് വേണമെങ്കിൽ നമുക്ക് ചാട്ട് മസാല പൗഡർ ചേർക്കാമെന്നല്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തിൽ ആ ഒരു ടോപ്പിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിസക്കകത്ത് മുകളിൽ കുറേ ടോപ്പിങ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് സവാള അരിഞ്ഞതും കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാം, ക്യാപ്സിക്കൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ചാട്ട് മസാല പൗഡർ ഞാൻ വളരെ കുറച്ച് ഒരു 2 നുള്ളി മാത്രം ചെറിയൊരു ഫ്ലേവർ ആ മുകൾ ഭാഗത്ത് ചീസിൻ്റെ അവിടെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചാട്ട് മസാല പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതിന് പകരം പെപ്പർ പൗഡർ, നമ്മൾ കുരുമുളക് പൊടി കുറച്ചൊന്ന് വെതറി കൊടുത്തിട്ട്, അതുപോലെ മുളക് പൊടി പെപ്പറും 2 ഉപയോഗിച്ചിട്ടും സ്ട്രീറ്റ് ഫുഡിൽ ചെയ്യാറുണ്ട്. മുളക് പൊടി വെച്ചിട്ട് വേണമെങ്കിൽ മുളക് പൊടി വെച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടറിൽ തന്നെയാണ് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് എടുക്കും ചീസ് കംപ്ലീറ്റ് ആയിട്ട് മെൽട്ടായിട്ട് അതുമായിട്ടൊന്ന് ആ പനീറൊക്കെ ആയിട്ട് നന്നായിട്ട് ചേർന്ന് വരാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ മൈക്രോവേവ് ആണെങ്കിൽ ഒരു 30 സെക്കൻഡ് മുഴുവനായിട്ട് വേണ്ട, അതിന് മുന്നേ തന്നെ ചീസൊക്കെ മെൽട്ടായി നല്ല അടിപൊളിയായിട്ട് നമുക്ക് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പോൾ മൈക്രോവേവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പം അതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിപ്പം പാനിൽ കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എനിക്കൊന്ന് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാകുന്ന ഒരു ഫ്ലേവറാണ്. പനീറൊക്കെ മിക്ക കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഒരാൾക്ക് ശരിക്കും ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ലൈസ് കഴിക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ഹെവി ആയിട്ടുള്ള ഒരു ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെവി ഫീൽ ഉണ്ടാവില്ല, അതുപോലെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.